അനന്തകൃഷ്ണൻ്റെ വളർച്ച വേഗത്തിലായിരുന്നു എന്ന് ഇടുക്കി കാഞ്ഞാറിലെ ഇയാളുടെ വീടിന് സമീപത്തുള്ളവർ പറയുന്നുണ്ട്. മുമ്പ് മണി ചെയിൻ മോഡൽ തട്ടിപ്പ് നടത്തിയ ആളാണ് അനന്തകൃഷ്ണനെന്നും ഈ തുകയെല്ലാം പിന്നീട് കൊടുത്തു തീർത്തുവെന്നും നാട്ടുകാർ പറയുന്നു. ഇതിനുശേഷം നാട്ടിൽ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതിൻ്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ. ഇങ്ങനെ നിങ്ങൾ ഈ ഭാഗത്ത് ഇതുപോലെ സൊസൈറ്റികളൊക്കെ രൂപീകരിച്ചതിനെ പറ്റിയല്ലോ അറിയായിരുന്നു? അത് കോളപ്പുറം ഇങ്ങനെയുണ്ടെന്ന് പറയുന്ന കേട്ടോ, ആൾക്കാരെല്ലാം ജോലിക്കാന്നും പറഞ്ഞ് പോകുന്നൊക്കെ കാണാം. അല്ലാതെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ നിലവിൽ ഇവനെ കൊണ്ട് ആരും ഒരു കുറ്റവും പറയില്ല. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നമ്മളോടൊക്കെ നമ്മളെ പിള്ളേരെ വിളിക്കുന്ന പോലെയൊക്കെ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൊച്ചാ. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. ആള് നമ്മുടെ നാട്ടില് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കുന്ന ആളൊന്നും അല്ല. പിന്നെ ഇതിനു മുമ്പ് ചില തട്ടിപ്പിലൊക്കെ പെട്ടു പോട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നമ്മള് നാട്ടുകാരായത് ഇവരുടെ കാര്യങ്ങളെ കുറിച്ച് നമ്മുടേതായ കാര്യങ്ങൾ മാത്രം നടക്കുന്നു. പിന്നെ ആൾക്കാരെ പറഞ്ഞുള്ള വിവരങ്ങളൊക്കെ ഉള്ളൂ നമുക്കുള്ളൂ. ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അറിയുന്നുള്ളൂ. അല്ലാതെ കൂടുതൽ വിവരങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഒത്തിരി സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയും പെട്ടെന്ന് ഇങ്ങനെ വലുതാവുകയും ചെയ്തു. അതിവിടെ പലർക്കും ഒരു സംശയത്തിന് എന്നെല്ലാം ഉണ്ടായിരുന്നു. അത്ര പെട്ടെന്ന് ഒരാള് ഇത്രയും പെട്ടെന്ന് മുങ്ങി വരിക എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റില്ല. കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ 365 ദിവസം പണി ചെയ്യാൻ പോകുന്ന നമുക്കൊന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. നിമിഷ നേരം കൊണ്ട് ഇങ്ങനെ വളർന്നു വരുമ്പോഴൊക്കെ നമുക്കൊന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളായത് എങ്ങനെയാണ്. അങ്ങനെ ആലോചിക്കുന്നതാണോ നാട്ടുകാരൊക്കെ എങ്ങനെ ആലോചിക്കണ്ടായിരുന്നു? എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേ? എന്തെങ്കിലും ഒരു ഇതില്ലാതെ പൊങ്ങി വരാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. അതെല്ലാവർക്കും